ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോവാം. അൺബോക്സിങ് വേറെ ഒന്നുമല്ല, ഞാൻ ഓൺലൈനിൽ മിസ്റ്റർ ക്രിസ്റ്റഫർ, മൈ ഹസ്ബൻഡ്, എനിക്കൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തു. എനിക്ക് കിച്ചണിൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും എനിക്ക് സ്ഥലം തികയുന്നില്ല. സോ ഐ തോട്ട് ലൈക്ക് എനിക്കൊരു സാധനം വേണം, ഒരു സ്റ്റാൻഡ്, സോ ഒരു ഷെൽഫ്. അതാണിത്. അത് അൺബോക്സ് ചെയ്യാം നമുക്ക്. ഒരൊറ്റ സിംഗിൾ റാക്കാണ്. എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക്. വിൽ സീ ഹൗ ഇറ്റ് ഈസ്. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചു വൈകിട്ട് തുറക്കാം, പക്ഷെ എനിക്കിപ്പോൾ തുറക്കാം. നമുക്ക് കത്തിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ തുറന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അയ്യോ, കണ്ടത്ര വീതി ഇല്ല. അതിൻ്റെ മാനുവലൊക്കെ ഉണ്ട് കേട്ടോ. Items. Product installation process. The clip on the bottom. Okay. Oh no. നമ്മൾ ഉദ്ദേശിച്ച വലുപ്പമല്ല ട്രേസ് ചെയ്യുന്നത്. ഭയങ്കര കുഞ്ഞായിപ്പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുഞ്ഞായിരിക്കും. അല്ല, അപ്പം ഇതിൻ്റെ ഫ്രണ്ടോ? ഓക്കെ, ഇനി എണ്ണീട്ട് വെക്കണം നമുക്ക് പറയുന്നത്. അല്ല, അപ്പം അതിൻ്റെ അകത്തുള്ള സാധനം എന്തിനു വേണ്ടിയിട്ടുള്ളതോ? അപ്പം ഇതിൻ്റെ ഫ്രണ്ട് അല്ല, അപ്പം ഇതിൻ്റെ അടപ്പോ? ഐഡിയലി ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാമേ. നമ്മൾ ചെറുതായിട്ടൊന്ന് തല തിരിച്ചു വെച്ചതുകൊണ്ട് എനിക്ക് നേരത്തെ മനസ്സിലാവാഞ്ഞത്. ബട്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്താ പറയുന്നത്, ഇതിനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന കിട്ടി. നല്ല രസമുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വലിപ്പമില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഇത്. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ പോകുന്നതാണ്. ബട്ട് ഇതിനകത്ത് നമുക്ക് പാത്രം ഒന്നും വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നമ്മുടെ മറ്റേ ഗ്രോസറീസ് ഒക്കെ എടുത്ത് വയ്ക്കാം, അതേ പറ്റുള്ളൂ. മൊത്തം ഫിറ്റ് ചെയ്യട്ടെ, കാണിച്ചു തരാൻ പറ്റും. ഇതിൻ്റെ 4 കാലൊക്കെ ഉണ്ട് കേട്ടോ. റോളിങ് കാല വെച്ച് നോക്കാം. അപ്പം ഇതെങ്ങനെ മുറുക്കുന്നേ?
ഇതിൻ്റെ ടെക്നിക്ക് ഇപ്പോഴാണ് പഠിക്കിട്ടത് കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെ വെച്ച് അയ്യോ തുറന്നു ഒരു 5-6 അടുക്കുണ്ട്. ഫുൾ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ അതിൻ്റെ നാക്ക് എനിക്ക് ഇവിടെ ഇട്ടേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സൈസ് ഇല്ലായിരുന്നു ഇതിനകത്ത്. ഇത് റിട്ടേൺ അടിക്കാൻ തോന്നുന്നില്ല. നല്ല ഭംഗിയില്ലേ കാണാൻ, പക്ഷെ ഇതിനെന്ത് വെക്കും അറിയാം. സോ ഗൈസ്, ഒരു ഇത് ഞാനിതിനെ ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇതുണ്ട്. ഇത് ഇതിൻ്റെ താഴ്വശമാണ്. ഇതിൻ്റെ വീലും കൂടെ നമുക്ക് പിടിക്കാവുള്ളൂ. വീലും കൂടെ പിടിപ്പിച്ചിട്ട് നോക്കാം. പക്ഷെ ഞാൻ വാങ്ങിച്ച ഉദ്ദേശം പാത്രം വയ്ക്കാനായിരുന്നു. പക്ഷെ ഇതിപ്പം ഒരു സെറ്റപ്പ് അല്ല കേട്ടോ. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിനകത്ത് പാത്രമൊന്നും വയ്ക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഇതിനകത്ത് വല്ലതും. എനിക്കിപ്പോൾ മനസ്സിലായി ഇത് അടയാത്ത എന്താണെന്ന്. ഞാൻ ആലോചിച്ചു, ഞാൻ ഇത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേ എക്സ്ട്രാ കുറേ സാധനങ്ങൾ എനിക്ക് ഇതിനകത്ത് വന്നു. ഞാൻ കഴിച്ചത് ഇതിനകത്ത് എവിടെ വെക്കാൻ കണ്ടില്ല. ഇതെന്താണ് സാധനങ്ങളാണ് ഇപ്പം മനസ്സിലായി. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ബുഷ് പോലത്തെ സാധനമാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചാലേ ഇത് നല്ലപോലെ അടങ്ങി നിൽക്കത്തുള്ളൂ. ഇപ്പം അത് മനസ്സിലായി. കാലൊന്ന് കയറ്റി വെക്കട്ടെ. കാല് വെച്ചിട്ട് പ്രോഡക്റ്റ് പക്ഷെ കൊള്ളാം. ഇത് വെച്ച് എന്താ ഉപയോഗം എന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാണോ വാങ്ങിച്ചത് ഇച്ചിരി വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങി പോട്ട്. ഈ കാലും കൂടെ വെച്ചിട്ട് കാണിച്ചു തരാവേ. സോ ഗൈസ്, നമ്മളിതിൻ്റെ 4 കാല് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇങ്ങനെ തിരിക്കാം. റോളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ ഒരു ടോപ്പും കൂടെ ഉണ്ട്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ഞാൻ ഇതിനെ എന്തിനു ഉപയോഗിക്കുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എക്സ്ട്രാ പാത്രങ്ങൾ വയ്ക്കാം. ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നി കേട്ടോ. ഇതെന്താ പറയുന്നത്, ഇതുകൊണ്ടാ പറയുന്നത് all that glitters are not gold. ഈ സൈഡിൽ ഇങ്ങനെ ക്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, ബട്ട് എന്തിന് യൂസ് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വയ്ക്കാം. ഞാൻ കണ്ടോ, ഇത് കണ്ടോ, നല്ല രസമാണ്. ഫുൾ വ്യൂ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് ഇനി ഇത് അടയണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഒരു ഗ്രിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എക്സ്ട്രാ എന്തിനാണ് വളരെ നന്നായി. ഇതിൽ നോക്കട്ടെ, കുഞ്ഞി നട്ട് പോലെ സാധനം. സോ 4 എണ്ണം ഉണ്ട്. മാഗ്നറ്റ് ആണോ ഇത്? ഓക്കെ, മനസ്സിലായി. അതായത് ഇങ്ങനെ ഒരു നട്ട്, ഇതിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ആയിട്ടാ. ഇതിനകത്ത് ഒരു സ്ക്രൂ അല്ല, അപ്പോൾ ഈ മാഗ്നറ്റിൽ പോയിട്ടിരുന്നോ എന്തൊക്കെ കണ്ടുപിടുത്തം വേണം. നോക്കട്ടെ, അപ്പം മനസ്സിലായി ടെക്നിക്ക്. ഈ സ്റ്റാൻഡ് മാഗ്നറ്റും പോയി, പാർക്കും പോയി. ഞാൻ പറഞ്ഞില്ലേ, മാഗ്നറ്റ് വെച്ചപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് വെക്കാം. മാഗ്നറ്റ് 4 എണ്ണം, അപ്പോൾ അത് കറക്റ്റായിട്ട് അത് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ വേറെ ടിപ്സ്, നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വർത്താണ്. ഓരോന്നും ഇങ്ങനെ 4 ഇതിലായിട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ കിസ്മത്ത് പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്യുക, ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ
ഫുൾ മാഗ്നറ്റ് ഒക്കെ വെച്ച് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഫുൾ വ്യൂ കിട്ടുന്നുണ്ടോ നമുക്ക്? ഇതാ നല്ല രസമില്ലേ കാണാൻ? ഇത് എന്തിനു യൂസ് ചെയ്യും? പക്ഷേ തമ്പുരാൻ അറിയാം. ഞാൻ വാങ്ങിയ ഉദ്ദേശം പാത്രം വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡായിട്ടാണ്. ബട്ട് ഇത് അത്രക്കുള്ള വലിപ്പമൊന്നും ഇല്ല. പൊക്കം ഉണ്ട്, ഓക്കെ. ബട്ട് ഇതിലെന്ത് വയ്ക്കും ഇനി? എന്തിൻ്റെ സൂക്കേടായിരുന്നു. ഇത് ഫോട്ടോയ്ക്കകത്ത് കണ്ടപ്പോഴൊക്കെ ഇത്തിരി വലിയതായിട്ട് തോന്നി. അപ്പം ഞാൻ വെച്ചു. പക്ഷെ സ്റ്റിൽ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ക്രിസ്റ്റഫറിനോട് ചോദിച്ചു, ഇങ്ങനെ വിത്ത് ആ ഒരു അകത്തുള്ള സർഫസ് ഏരിയ എങ്ങനെ ഇരിക്കുന്നു. പക്ഷെ സാധനം കൊള്ളല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഞെക്കുന്ന എൻ്റെ റിമോട്ടാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ഇത് ക്യാമറയുടെ കൺട്രോൾ സിസ്റ്റമാണ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് എൻ്റെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ടുണ്ട്. ആ മാഗ്നറ്റ് വെച്ചുകൊണ്ട് മാഗ്നറ്റ് വെച്ചുകൊണ്ട് ഇത് അടഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താ വെക്കുക? ഇതിവിടെ